ഹലോ ഫ്രണ്ട്സ്, ഇന്നേ 49 ഇഞ്ച് വണ്ണമുള്ളൊരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇറക്കം അടയാളപ്പെടുത്താം. 16-ന് 17 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുക. വണ്ണമുള്ള ബ്ലൗസ് ആയതുകൊണ്ട് 1 ഇഞ്ചേ തയ്യൽ തുമ്പ് ഇടുന്നുള്ളൂ, ഇല്ലെങ്കിൽ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. ഷോൾഡർ നമുക്കൊരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. കൈക്കുഴി 6.5 ഇഞ്ച് തന്നെ. സ്ട്രെയിറ്റായിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. അവിടെ ഒരു 1.25 അടയാളപ്പെടുത്തി വണ്ണത്തിൻ്റെ 4/1, അതായത് 49-ൻ്റെ 12.25 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി 1 ഇഞ്ച് തയ്യൽ തുമ്പ്. കൈക്കുഴി അളന്ന് നോക്കാം. വേസ്റ്റിൻ്റെ 4/1 അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് ഡാർട്ടിന് വേണ്ടി അതുകൂടെ കൂട്ടി വേണം അടയാളപ്പെടുത്താൻ. ബാക്ക് എഴുത്ത് അടയാളപ്പെടുത്തുമ്പോൾ 1/4 ഇഞ്ച് താഴ്ത്തി വെച്ച് വേണം ബാക്ക് എഴുത്ത് അടയാളപ്പെടുത്താൻ. 8 ഇഞ്ച് അടയാളപ്പെടുത്തി 3 ഇഞ്ച് കഴുത്തകലം. സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ പ്ലീസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അളവുകളൊക്കെ നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് അടയാളപ്പെടുത്താം. ഇത് വണ്ണമുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഫ്രണ്ടും ഒരു പീസായിട്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് നമ്മൾ പടി തയ്ക്കാനും വേണ്ടി ഒരു 1/4 ഇഞ്ച് തള്ളിയിട്ട് വേണം ബാക്ക് പീസ് വെക്കാൻ. ബാക്കിനേക്കാൾ നമ്മൾ ഇറക്കത്തിൻ്റെ ഒരു 1.5 ഇഞ്ചും കൂടെ നമ്മൾ അധികം വെക്കുന്നുണ്ട്. 1.5 ഇഞ്ച് കൂടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് കൊടുത്തതിന് ശേഷം ഡാർട്ട് പിടിക്കുന്നതിനായിട്ട് നമ്മളൊരു 3 ഇഞ്ച് 1.5 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. കൈക്കുഴിയെല്ലാം അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ്. അവിടെയും 1/4 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്താൻ. അവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ബാക്കിൽ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരു 1/4 ഇഞ്ച് തള്ളിയിട്ടിട്ട് വേണം നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്താൻ. ഡാർട്ട് പിടിക്കാനായിട്ട് 4 ഇഞ്ച് അകലം എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം അവിടെ 4 ഇഞ്ച് ഒരു 3.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിൽ
അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലോട്ടൊരു 3 ഇഞ്ച് ഡാർട്ട് പിടിക്കുന്നതിന് 3 ഇഞ്ച് 1.5 ഇഞ്ച് വീതം അവിടെ അടയാളപ്പെടുത്തി ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിനകത്തോട്ട് നമ്മൾ ഈ വരയ്ക്കാവുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യുക. ഷേപ്പ് കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1/4 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് നമ്മൾ കൈക്കുഴി ഫ്രണ്ടിൻ്റെ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടണം. ഇതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഇതേപോലെ വെട്ടിക്കൊടുക്കുക. വേസ്റ്റിൻ്റെ ഒരു 4/1 നമ്മൾ അവിടെ അടയാളപ്പെടുത്തി അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് നമ്മൾ ചരിച്ചൊരു ലൈൻ കൊടുക്കുക. ഫ്രണ്ട് വശം മാറിപ്പോയിരിക്കാൻ അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കൈക്കുള്ള വെട്ടിയെടുക്കാം. ഇതിനൊന്ന് തുണി മുഴുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പകുതി മടക്കിയിട്ടേക്കുന്നത്. നമുക്കിവിടെ ജോയിൻറ്റ് കൊടുക്കാനായിട്ടാണ് വെച്ചത്. 1.25 ഇഞ്ച് കൈ മടക്കി താഴെ മടക്കി തയ്ക്കാനായിട്ട്. കൈ ഇറക്കം ഒരു 9.5 ഇഞ്ച് 9.5ക്ക് ഒരു 9.25 അവിടെ ഒരു 3.5 ഇഞ്ചും അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്യുക. ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഒരു മേളത്തെ അത് തയ്യൽ കഴിഞ്ഞിട്ട് കണ്ട നമ്മൾ മടക്കി വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് കറക്റ്റ് നമുക്ക് അവിടെ പോയിൻ്റ് കൊടുക്കാം. കൈവണ്ണം 6.5 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്കൊരു ഷേപ്പ് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. കൊടുക്കാനായിട്ട് നമുക്ക് അവസാനം നമുക്കത് ജോയിൻറ്റ് കൊടുക്കുന്നത് വെട്ടിയെടുക്കാം. അപ്പം നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കും എങ്ങനെ ജോയിൻറ്റ് കൊടുക്കാം എന്നുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം ഒരു പീസേ നമ്മൾ നേരത്തെ വെട്ടിയെടുത്തിരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി വെട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൈക്ക് ജോയിൻറ്റ് കൊടുക്കാനുള്ള ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം.